ഇവിടെ മുഖ്യമന്ത്രി സ്ഥാനം കിട്ടിയില്ലെങ്കിൽ വി.ഡി. സതീശന് മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം നൽകിയാൽ അതിൽ തുടരാൻ വി.ഡി. സതീശൻ തയ്യാറാകുമോ? അതായത് ഇനി അടുത്തൊരു നടപടിക്രമം എന്ന് പറയുന്നത് ദിവ്യ, ഈ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് കൊടുക്കുമല്ലോ. നാളെ ഘടകകക്ഷികളുടെയും മുതിർന്ന നേതാക്കളുടെയും അതുപോലെ MLA-മാരുടെയും ഒക്കെ അഭിപ്രായം എടുത്ത് ഒരു റിപ്പോർട്ട് നൽകുമല്ലോ. ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഈ ആഴ്ച അവസാനത്തോടുകൂടി ഹൈക്കമാൻഡ് 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിക്കും. അങ്ങനെ ഡൽഹിക്ക് വിളിപ്പിച്ച് എന്താണ് ഹൈക്കമാൻഡിന്റെ മനസ്സിലിരിപ്പ് എന്ന് അവരെ ബോധ്യപ്പെടുത്തും. ഇനിയിപ്പോൾ അത് KCക്ക് അനുകൂലമാണെങ്കിൽ മറ്റ് 2 പേരെയും സെറ്റിൽ ചെയ്യേണ്ടതുണ്ട്. അതുപോലെ ഓരോരുത്തർക്കും ആർക്ക് അനുകൂലമാണോ അങ്ങനെ വരുമ്പോഴും മറ്റ് 2 പേരെയും അത് ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്, അവരെ കൊണ്ട് അംഗീകരിപ്പിക്കേണ്ടതുണ്ട്. ഇനി എന്തെങ്കിലും കടുത്ത ഒരു തീരുമാനത്തിലേക്ക് മറ്റുള്ളവർ പോയാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാക്കും. പക്ഷേ എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ കഴിഞ്ഞ് മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു ഒത്തുതീർപ്പിന് തയ്യാറാവില്ല എന്ന വിവരമാണ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ പോലും താനില്ല എന്ന് പറഞ്ഞ് ഒഴിവാകും വി.ഡി. സതീശൻ എന്ന വിവരം ലഭിക്കുന്നുണ്ട്. അത് അങ്ങനെ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് വി.ഡി. സതീശൻ പോയാൽ അതുണ്ടാക്കുന്ന ഒരു എഫക്റ്റ് വലിയ തോതിലുണ്ടാവും. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് ഉണ്ടാവും. കാരണം ഈ മാൻഡേറ്റ് ജനം കൊടുത്തത് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണക്കാരൻ വി.ഡി. സതീശനാണ് എന്ന കാര്യത്തിൽ ഒരു തരത്തിലുള്ള സംശയവുമില്ല. കാരണം വി.ഡി. സതീശൻ ഇത് നയിക്കട്ടെ എന്നത് കരുതി തന്നെയാണ് ജനം ഇത്ര വലിയൊരു വിജയം നൽകുന്നത് എന്നാണ് അണികൾ പറയുന്നത്. അങ്ങനെ വരുമ്പോൾ വി.ഡിക്ക് നൽകാതിരുന്നാൽ, അതുമാത്രമല്ല വി.ഡിയെ വേദനിപ്പിച്ചാൽ, വി.ഡി പുറത്തേക്ക് പോവേണ്ടി വന്നാൽ, മന്ത്രിസഭയുടെ ഭാഗം പോലും ആകാത്തൊരു നില വന്നാൽ അത് ഇനി പറഞ്ഞതുപോലെ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളെ അടക്കം ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നു, നിയമസഭാ കക്ഷി യോഗം ചേരുന്നു, MLA-മാരുടെ അഭിപ്രായം തേടുന്നു, അതിന് പിന്നാലെ ഹൈക്കമാൻഡിന് റിപ്പോർട്ട് നൽകുന്നു. അതൊക്കെ നമുക്കൊരു സ്വാഭാവിക നടപടിക്രമമായി വിലയിരുത്താം. അത് കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നത് വൈകുകയാണെങ്കിൽ MLA-മാർക്കിടയിൽ, അണികൾക്കിടയിലൊക്കെ അത് വലിയ നിരാശയുണ്ടാക്കുന്നതായിരിക്കും. വലിയ തോതിൽ ഇത് നീണ്ടുപോയാൽ ഏറ്റവും അധികം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത്, ഏറ്റവും ആദ്യം പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് മുസ്ലിം ലീഗ് അടക്കമുള്ള ഘടകകക്ഷികളാണ്. അവരിപ്പോൾ ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് വലിയ പ്രശ്നത്തിലേക്ക് പോകാത്ത രീതിയിൽ പ്രശ്ന പരിഹാരം ഉണ്ടാക്കണം, പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കണമെന്നൊരു നിലപാട് അവരെടുത്തു കഴിഞ്ഞു. മാത്രമല്ല അവരവരുടെ അഭിപ്രായം ഇപ്പോൾ AICC നിരീക്ഷകരെ അറിയിക്കാൻ വേണ്ടി പോവുകയാണ്. അവർ പറയാൻ വേണ്ടി പോകുന്ന അഭിപ്രായങ്ങളിൽ 2 ഒന്ന് വി.ഡി. സതീശനെ അനുകൂലിക്കുക എന്നതാണ്. മറ്റൊന്ന് വലിയ തോതിൽ പൊതുജനങ്ങൾ കൊണ്ട് പറയിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോവാതെ തിടുക്കപ്പെട്ട എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് ഉടനെ തന്നെ പോകണം, ഒരാഴ്ചക്കുള്ളിൽ തന്നെ തീരുമാനമെടുക്കണം. മുഖ്യമന്ത്രിയും ഒപ്പം ഘടകകക്ഷി മന്ത്രിമാർക്കും സത്യപ്രതിജ്ഞ ചെയ്ത് പെട്ടെന്ന് അധികാരത്തിലേക്ക് എത്തേണ്ട സാഹചര്യം ഉണ്ടാകണം. കോൺഗ്രസിലെ പിന്നീട് മന്ത്രി ചർച്ചകളാണ്, അതൊക്കെ പിന്നീട് നടത്താം, അതൊക്കെ പിന്നീട് ആവട്ടെ. 2ാം ഘട്ടത്തിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യട്ടെ എന്നാണ് തീരുമാനം. അല്ല, അങ്ങനെയാണ് അവരുടെ നിലപാട്. അപ്പോൾ ഇപ്പോൾ ഉള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, കുഴപ്പമില്ല, അവിടെ നമുക്ക് മറ്റൊരു യൂണിറ്റുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി ആണ് ഇനിയിപ്പോൾ, ഇത് കഴിഞ്ഞാൽ ഡൽഹിയിലേക്കാണ് ഈ മുഖ്യമന്ത്രി ചർച്ചകളുടെ ശ്രദ്ധ മുഴുവൻ വരുന്നത്. ഡൽഹിയിലേക്കാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഡൽഹിയാകും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ചർച്ചകളുടെ തലസ്ഥാനമായി മാറാൻ വേണ്ടി പോകുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. നാളെ രാവിലെ തന്നെ, അല്ലെങ്കിൽ നാളെ രാവിലെയോടെ നിരീക്ഷകർ ഇവിടെ നിന്ന് മടങ്ങും. നാളെ വൈകിട്ടോട് തന്നെ AICCക്ക് പറഞ്ഞതുപോലെ വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. ആ റിപ്പോർട്ട് പഠിച്ചതിന് ശേഷം ഈ ആഴ്ച അവസാനത്തോടുകൂടി 3 നേതാക്കളെയും ഡൽഹിക്ക് വിളിപ്പിക്കും. ആ 3 നേതാക്കളെയും സമവായത്തിലെത്തിപ്പിക്കുക എന്നതാണ് ഏറ്റവും ദുഷ്കരമായ ഒരു പണി എന്ന് പറയാം. അവരുടെ മുന്നിലുള്ള ഏറ്റവും ഒരു ഫോർമുലയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു. ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്നാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരേണ്ടി വരും ഹൈക്കമാൻഡിന്. കാരണം 3 പേരും സമ്മർദ്ദം ശക്തമാക്കി നിലപാടിൽ തുടർന്നാൽ എന്തായിരിക്കും ആ ഫോർമുല എന്നെ സംബന്ധിച്ച് എന്തെങ്കിലും സൂചനയുണ്ടോ? സ്വാഭാവികമായും സുധാകരന്റെ ഫോർമുല KC വേണുഗോപാലിന് അനുകൂലമായ ഒരു ഫോർമുല ആയിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. കഴിഞ്ഞ കുറേ ദിവസങ്ങളായി KC വേണുഗോപാലിന് വേണ്ടി നേതാക്കളുടെയും MLA-മാരുടെയും ഒക്കെ പിന്തുണ ഉറപ്പിക്കുന്ന തിരക്കിലായിരുന്നു സുധാകരൻ ഉണ്ടായിരുന്നത്. അത് അദ്ദേഹം പരസ്യമായി സമ്മതിക്കുകയും ചെയ്തു. ഞാൻ KC വേണുഗോപാലാണ് മുഖ്യമന്ത്രിയാകാൻ യോഗ്യൻ എന്ന നിലപാടിൽ തന്നെയാണ് ഞാൻ ഉറച്ചു നിൽക്കുന്നത് എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്ത ഒരാളാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ മനസ്സെന്താണ്, അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്ന് അറിയാം. അത് ആ ഫോർമുല എത്രത്തോളം അംഗീകരിക്കണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.